വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചോറൊന്നും വെക്കേണ്ട, നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് മതി കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ചുവട് കട്ടിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് കടായോ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് മാത്രം എടുക്കാതെ വെളിച്ചെണ്ണയും നെയ്യും കൂടി സമം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഒരു പച്ചമുളക് വലുതായിട്ട് അരിഞ്ഞത്, മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള നേരിയതായിട്ട് അരിഞ്ഞത്, 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതെല്ലാം കൂടി കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് സവോളയൊക്കെ വഴണ്ട് കിട്ടും. ഇന്നിപ്പം ഞാനിവിടെ 5 സ്റ്റാറിൻ്റെ ജയ എന്ന് പറയുന്ന അരിയാണ് എടുത്തേക്കുന്നത്. രാവിലെ ചോറ് വെച്ചതാണ്. അപ്പോഴത്തേക്കും ഇത് നമുക്ക് ഉള്ളിച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഒരു പ്ലേറ്റ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ ദേ നന്നായിട്ട് മൊരിഞ്ഞ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കണേ. ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി, പക്ഷേ വട്ടത്തിൽ അരിയുമ്പം പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടും. അങ്ങനെ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് വരണം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കെ മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഒരുപാട് വേണ്ട, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണ് പിരിയൻ മുളകിൻ്റെ പൊടി. എരിവുള്ള മുളക് എടുക്കരുത്, പിരിയൻ മുളകിൻ്റെ തന്നെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കൊത്തുമുളകില്ലേ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെയൊക്കെ പച്ച മണം മാറിക്കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മസാലയൊക്കെ ഈ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വരും. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗരം മസാല വേണ്ട, നമ്മൾ പെരിഞ്ജീരകം ആദ്യം ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചോറ് തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് മട്ടയരി ഇല്ലേ, അതായാലും കുഴപ്പമില്ല. ഒന്നും വേണ്ട, റേഷൻ അരി ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി റൈസ് എന്തായാലും ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലൊന്ന്, അപ്പം ഈ ഒരു തവിയുടെ ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഈ മസാലയൊക്കെ ആ ചോറിലൊക്കെ നന്നായിട്ടിങ്ങനെ പിടിച്ച് എല്ലാ ചോറിലും ആ മസാലയുടെ ഒരു കളറും ആ ഒരു ഫ്ലേവറും ഒക്കെ ആവുന്നവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടാണ് ഇത്. മക്കൾ ചോറൊക്കെ കൊണ്ടുപോകാൻ, കറികളൊക്കെ കൊണ്ടുപോകാൻ മടിയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ മടിയുള്ള ദിവസമൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ചാൽ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് വിതറി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മളിതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.